ഹായ് ഓൾ. ഞാനിവിടെ PFL സൈറ്റിൽ നിന്നും എംപ്ലോയി ലിസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം PFൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പം നമുക്ക് അതിൽ ഒരുപാട് മെനൂസ് കാണാം മുകളിൽ. അതിൽ ഡാഷ്ബോർഡ് എന്ന് പറയുന്ന മെനു ഉണ്ട്. ഡാഷ്ബോർഡിൽ നിന്ന് അത് ക്ലിക്ക് ചെയ്യുമ്പം താഴേക്ക് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആക്റ്റീവ് മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവ് മെമ്പേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ നമുക്ക് UAN നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ UAN നമ്പർ അടിച്ചു കൊടുക്കാം. അത് അല്ലെങ്കിൽ നെയിം അറിയാമെങ്കിൽ നെയിം അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യാം. പിന്നെ ജോയിനിങ് ഡേറ്റ് അറിയാമെങ്കിൽ ജോയിനിങ് ഡേറ്റ് ബിറ്റ്വീൻ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ഡേയ്സിൻ്റെ ബിറ്റ്വീനിലാണ്, ഏതൊക്കെ ഡേയ്സിൻ്റെ ഉള്ളിലാണ് നമുക്ക് ആ ആൾ ജോയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ് അറിയാമെങ്കിൽ ആ ഡേറ്റ് കൊടുത്തിട്ട് താഴെ സെർച്ച് ബട്ടൺ കൊടുത്താലും നമുക്ക് കിട്ടും. ഇനി അതല്ല നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, അതായത് പർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, നമുക്ക് ഫുൾ എംപ്ലോയി ലിസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം അവിടെ സെർച്ച് ബട്ടൺ ഉണ്ട്. സെർച്ച് ബട്ടൺ ചുമ്മാ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അവരുടെ UAN നമ്പർ, മെമ്പർ ID, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ജോയിനിങ്, പിന്നെ മൊബൈൽ നമ്പർ, മെയിൽ ID, ആധാർ, പാൻ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കതൊരു എക്സൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് ആ സെർച്ച് ബട്ടൻ്റെ റൈറ്റ് സൈഡിൽ എക്സൽ ഒരു ഇത് കാണാൻ സാധിക്കും. അത് നമുക്ക് ഒരു എക്സലിൻ്റെ ഒരു സിമ്പിൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്കത് അതിൽ നിന്ന് ഓരോന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്ന് നോക്കിയെടുക്കാൻ സാധിക്കും.